കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്ന തിരക്കിലായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് തന്നെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ വെയിലത്തിരുന്ന് വാടിയും ഒക്കെ പോകുന്നതുകൊണ്ട് എല്ലാം ഒരുമിച്ചൊരു കൂട്ടിലാക്കി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുറേ ചെടികളൊക്കെ ഞാൻ ഇങ്ങനെ ഒരു പച്ചനെറ്റൊക്കെ കെട്ടി ഒരുമിച്ചൊരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചേക്കാണ്. ഇതെൻ്റെ ചൈനീസ് ഡോളിൻ്റെ ചെടിയാണ്. അപ്പോൾ ഇത് റീപോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് 2 ആഴ്ചയായി. അപ്പോൾ ഇതിനൊക്കെ തളിരൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഇത് വെള്ളമൂസാൻ്റെയാണ്. കുറേയൊക്കെ ഞാൻ കൊമ്പ് കുത്തി പിടിപ്പിച്ചിട്ടും പിടിക്കാനായിട്ട് അവസാനം വൈഫിൻ്റെ അപ്പച്ചൻ പിടിപ്പിച്ച് തന്ന ഒരു ചെറിയൊരു ചെടിയാണ്. ഇപ്പോൾ അതിൽ പൂവൊക്കെ ചെറുതായിട്ട് ഇട്ട് വരുന്നുണ്ട്. എൻ്റെ ബൊഗെയിൻവില്ലയുടെ കൊമ്പുകളൊക്കെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തിങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരു ബൊഗെയിൻവില്ലയിൽ കുറച്ച് ഇലയൊക്കെ വന്ന് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ അറിയില്ല പിടിക്കുമെന്ന്. ചിലതിനൊക്കെ തളിർപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ മൊത്തം ബൊഗെയിൻവില്ലകൾ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇതെൻ്റെ കയ്യിലുള്ള കോഡ്ലിൻ്റെ ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ വേറൊരു കളർ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് ഒരു മാസം ആവുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അതിൻ്റെ വേറൊരു വെറൈറ്റി കളറ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് കോഡ്ലിൻ. കാണാൻ നല്ല രസമുള്ളൊരു ലീഫ് പ്ലാന്റ് ആണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞ ആ ഒരു ട്രീൻ്റെ തൈയാണ്. ഇത് ഞാൻ കൊമ്പ് കുത്തി പിടിപ്പിച്ചതാണ്. അപ്പോൾ അതേപോലെ ഇതിൻ്റെ വേറെ 2-3 കൊമ്പുകൾ ഞാൻ കുത്തി പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് അറിയാവുന്നവർ ഇപ്പോഴും ഞാൻ പറയാണ്, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊരു വെറൈറ്റി മണി പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇല ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പിടിച്ചു വരുമ്പോൾ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. ഈ ഒരു മരത്തിൻ്റെ പേര് എനിക്കിപ്പോഴും അറിയില്ല ഗൈസ്. ഇത് പണ്ട് ഞാൻ എല്ലാ വീടുകളിലൊക്കെ ഇങ്ങനെ ചില വീടുകളിൽ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതെൻ്റെ വീട്ടിൽ വാങ്ങി വെക്കണം എന്നുള്ളത്. എൻ്റെ പള്ളിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് കുന്തിരിക്ക ചെടി എന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കിതിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം സഫലമായ എൻ്റെ ഒരു സന്തോഷമാണ്. ഇത് ചെറിയൊരു തൈ ഞാൻ വാങ്ങി വെച്ചതാണ്. ഇപ്പോൾ ഇത്രയും വലുതായി. പീസ് ലില്ലിയുടെ ഒരു ചെറിയ പ്ലാന്റാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എയറൊക്കെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു കുഞ്ഞ് പ്ലാന്റാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.